അതിർത്തിക്കപ്പുറത്തു നിന്നുകൊണ്ട് ഇന്ത്യയിലെ പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാനോ പാക് ഭീകരരോ കരുതിയിട്ടുണ്ടാവില്ല ഇന്ത്യ നൽകാൻ പോകുന്നത് കനത്ത മറുപടിയായിരിക്കുമെന്ന്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിൽ തകർന്നത് ഭീകരന്മാരുടെ താവളങ്ങൾ മാത്രമായിരുന്നില്ല, പാകിസ്ഥാന്റെ ഓഹരി വിപണി കൂടിയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ സമാനതകളില്ലാത്ത രീതിയിൽ കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലായി. കറാച്ചി ഓഹരി സൂചികയിലുണ്ടായ നഷ്ടം സഹിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഒറ്റയടിക്ക് 7000 പോയിന്റ് വീഴ്ചയിലാണ് ഇന്നലെ മാത്രം തകർന്നടിഞ്ഞത്. തൊട്ടു തലേ ദിവസം 6500 പോയിന്റോളം ഇടിഞ്ഞതിന് ശേഷമായിരുന്നു വീണ്ടും ഒരു വീഴ്ച എന്നതായിരുന്നു ഏറ്റവും പ്രധാനം. ഇത്രയൊക്കെ ആയപ്പോൾ സഹികെട്ട് വ്യാപാരം നിർത്തിവെക്കാൻ പാകിസ്ഥാൻ തീരുമാനിക്കുകയായിരുന്നു. ഓഹരി വിപണി കൂടി തകർന്നതോടെ പാക് വ്യവസായ മന്ത്രാലയം അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഒരു വശത്ത് നിലയില്ലാ കഴുത്തിലേക്ക് സാഹചര്യം പോകുന്നതിനിടെ ഇന്ത്യയുടെ ഓഹരി വിപണി താരതമ്യേന മികച്ച നിലയിലാണ്. നഷ്ടത്തോടെയായിരുന്നു വ്യാപാരത്തിന്റെ തുടക്കമെങ്കിലും പതിയെ നമ്മൾ കരകയറുകയായിരുന്നു. നിലവിൽ ഇന്ത്യൻ വിപണി വലിയ ഇടിവിലേക്ക് പോകില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. പരമ്പരാഗതമായി പാകിസ്ഥാന് മുകളിൽ ഇന്ത്യക്ക് വ്യക്തമായ മേധാവിത്വം ഉള്ളതാണ് നമ്മൾ കാണാറുള്ളത്. അതിനാൽ സംഘർഷം കൂടുതൽ വർദ്ധിക്കുന്നത് പാകിസ്ഥാൻ വിപണിക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുമെന്നാണ് നിഗമനം. അതേറെക്കുറെ സത്യമാകുകയും ചെയ്യുന്നുണ്ട്. ചരിത്രത്തിന്റെ പിൻബലത്തോടുകൂടി പരിശോധിച്ചാൽ ഇത്തരം സംഘർഷങ്ങളിൽ ഇന്ത്യൻ വിപണി ആടിയുലഞ്ഞിട്ടില്ല. 1999 കാർഗിൽ യുദ്ധസമയത്ത് വളരെ നേരിയ ഇടിവ് മാത്രമാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ കണ്ടത്. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ സമയത്താകട്ടെ സെൻസസ് 400 പോയിന്റും നിഫ്റ്റി 100 പോയിന്റും ഉയരുകയാണ് ചെയ്തത്. ഏതു കൊടുങ്കാറ്റിലും ആടിയുലയാതെ ഇന്ത്യൻ വിപണി കരുത്തോടെ നിലനിന്നിട്ടുണ്ടെന്ന് ചരിത്രം. ശത്രുവിനുമേൽ ഇന്ത്യ നേടുന്ന വിജയങ്ങൾ പോലെ ഓഹരി വിപണികളും വിജയം ആവർത്തിച്ചുവെന്ന് പറയാം. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ഒരു രാത്രി കൊണ്ട് പാകിസ്ഥാന്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. ഓഹരി വിപണി തകർന്നു, പണമില്ലാത്ത അവസ്ഥ വന്നു. ഒടുവിൽ IMFനോട് പണം ആവശ്യപ്പെടേണ്ട അവസ്ഥയിലായി. അവസാനം പാകിസ്ഥാൻ ധനകാര്യ വകുപ്പിന്റെ ഒഫീഷ്യൽ എക്സിൽ പോസ്റ്റ് ഇട്ടു, ശത്രുക്കൾ ആക്രമിക്കുകയാണെന്നും പണം വേണമെന്നും ആവശ്യപ്പെട്ട്. അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും അത് തങ്ങളുടേതല്ല എന്നും അക്കൗണ്ട് ഹാക്ക് ആയതാണെന്നും വിശദീകരണം വന്നെങ്കിലും പാകിസ്ഥാന്റെ അവസ്ഥ മോശമാണ് എന്നതാണ് യാഥാർത്ഥ്യം.